അവരെന്ത് മണ്ടന്മാർ. ഞാൻ ഇസ്ലാം മതത്തിലല്ല ചേർന്നിട്ടുള്ളത്. ഞാൻ ഇസ്ലാം മത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയിലാണ് ചേർന്നിട്ടുള്ളത്. അതിനകത്ത് ഇഷ്ടംപോലെ ഹിന്ദു വിശ്വാസികളുണ്ട്. സംഘപരിവാറിൻ്റെ ആളുകൾ പച്ചക്കിത എഴുതിക്കൊണ്ടിരിക്കുന്നത് അവരെ ഇനി അമ്പലത്തിൽ കയറ്റരുത്. ഇവരാരും അമ്പലത്തിൽ കയറ്റരുതെന്ന് പറയാൻ ഇവരുടെ തറവാട്ട് സ്വത്താണോ? സംഘപരിവാറുകാരൻ്റെ തറവാട്ട് സ്വത്താണോ? ഏതെങ്കിലും ക്ഷേത്ര വിശ്വാസിയുടെ തറവാട്ട് സ്വത്താണോ ക്ഷേത്രം? അല്ലല്ലോ. ക്ഷേത്രം എല്ലാ ക്ഷേത്രവിശ്വാസികളുടേതുമാണ്. ഞാനൊരു ഈശ്വരവിശ്വാസി ആയിരിക്കുകയും എനിക്ക് ക്ഷേത്രോപാസന മാർഗ്ഗങ്ങൾ അറിയാവുന്ന ആളായിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം എന്നെ അവർക്ക് തടയാൻ പറ്റുമോ? അങ്ങനെ വന്നാൽ ഞാൻ നിയമപരമായിട്ട് നേരിടും. പിന്നെ ഈ പൊട്ടന്മാർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇവൻ അമ്പലത്തിൽ കയറി പാടിക്കരുത്. ഇവരെന്നെ അമ്പലത്തിൽ കയറി നേരത്തെയും പാടിച്ചിട്ടില്ലെന്നേ. തിരുമാന്താവുന്ന ക്ഷേത്രത്തിൽ എന്തായിരുന്നു? പ്രത്യക്ഷത്തിൽ എന്നെ നീ നടക്കിലൊന്ന് പാടരുതെന്ന് പറയല്ല. അവിടെ നായരായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റ് സമുദായക്കാർക്കോ മാരാര പൊതുവളല്ലാത്ത ഒരാൾക്ക് അവിടുത്തെ സോപാനത്തിൽ ഇടയ്ക്കൊട്ടി പാടാൻ പറ്റില്ല. പക്ഷെ അവൻ മാരാരായതുകൊണ്ട് അവന് പാടാം. ആ പോസ്റ്റ് ഉണ്ടാക്കാൻ ഞാനാണ് പണിയെടുത്ത് കൊടുത്തത്. അങ്ങനെ പോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട്, അല്ലാണ്ട് എനിക്ക് ജോലി വേണമെന്നല്ല പറഞ്ഞത്. സദനം വാസുദേവൻ എന്ന് പറയുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ഗുരുനാഥനും നായർ സമുദായക്കാരനുമായിട്ടുള്ള വ്യക്തി 2011 തിരുമാന്താകുന്ന ക്ഷേത്രമുറ്റത്ത് വന്ന് തായമ്പക കൊട്ടിയപ്പോൾ സാമുദായികത പറഞ്ഞ് അവിടുത്തെ മാരാർ സമുദായത്തിൽപ്പെട്ട മഞ്ചേരിക്കാരനും കൂട്ടരും എല്ലാ വർഷവും അവിടെ വാദ്യകരാർ എടുക്കുന്ന അവർ ആ വർഷം വാദ്യകരാർ ബഹിഷ്കരിച്ചു. അത്തരത്തിലുള്ളൊരു ജാതീയ അധിക്ഷേപം അങ്ങാടിപ്പുറത്ത് നടന്നിട്ട് അതിനെതിരെ ഒരു വാക്ക് പറയാൻ അവിടുത്തെ മുഴുവൻ സ്റ്റാഫും CITU യൂണിയനാണ്. ഒരു വാക്ക് പറയാൻ ആരും തയ്യാറായില്ല. ദേശാഭിമാനിയിൽ വാർത്ത ഒന്നില്ല. കാരണം ക്ഷേത്രത്തിനെതിരെ പറഞ്ഞ വിശ്വാസികൾക്കെതിരാവില്ലേ? പിന്നെ യൂണിയൻ മുഴുവൻ CITUവിൻ്റെ യൂണിയനിൽപ്പെട്ട 6 പേരാണ് കഴിഞ്ഞ പൂരക്കാലത്ത്, ഇപ്പോൾ അവിടെ പൂരം നടക്കുക, കഴിഞ്ഞ വർഷം പൂരക്കാലത്ത് 6 പേരാണ് കള്ളു കുടിച്ചിട്ട് സസ്പെൻഷനിലായത്. അവിടെ സംഘപരിവാറുകാർ ഒരു പരാതിയില്ല. അവരിനി മേലെ അവിടെ കയറ്റരുത് പറഞ്ഞിട്ട് നാമജപ ഘോഷയാത്ര നടത്തുന്നില്ല. ഞരളത്തരി വന്ന് ലീഗിൽ ചേർന്ന അമ്പലത്തിൽ കയറ്റരുത് പറഞ്ഞിട്ട് ഇവർ ഇപ്പം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എന്ത് മണ്ടന്മാരെന്ന് ആലോചിച്ചോക്ക്. സ്വന്തം സംസ്കൃതിയെ അവഹേളിക്കുന്ന ആളുകൾക്കെതിരെ നേരിട്ട് നടപടിക്ക് വേണ്ടി ശ്രമിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ഞാൻ പണ്ടേ ഇടയ്ക്ക് കൂട്ടിയിട്ട് റംലാൻ ഗീതം പാടുന്ന ആളാണ്. ഞാനിത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരാളുടെ മകനല്ലേ. ഞാൻ ഇനി ക്ഷേത്രത്തിൽ പോയിട്ട് പാടണമെന്നാണ് ആഗ്രഹിക്കുക. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ക്ഷേത്രത്തിൽ വിളിച്ചാലും പാടും, അത്രയേ ഉള്ളൂ. കുണ്ടല ശ്രീകൃഷ്ണ കലിത ലളിത വനമാല ജയ ജയ ദേവ